BK ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്നൊരു പഴയകാല ഡ്രൈവറിനെയാണ് പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ്റെ വിശേഷങ്ങളും ഡ്രൈവിംഗ് കാലത്ത് ഇപ്പം ഡ്രൈവിംഗ് ഒന്നുമില്ല, അപ്പോൾ അന്നത്തെ കാലത്ത് ചേട്ടൻ്റെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വണ്ടികൾ ഓട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചറിയാം. പക്ഷേ ചേട്ടനെ കാണുന്ന പോലെ അല്ല കേട്ടോ, ചേട്ടൻ പുലിയാണ്. നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്ത് ചേട്ടാ? കുറച്ചുകൂടെ കുറച്ച് പറയാം. റഷീദ്. ആ, എത്ര വർഷം കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്? 79 തൊട്ട്. എത്ര വർഷം കൊണ്ട് ഡ്രൈവ് ചെയ്യുന്നില്ല വലിയ വണ്ടികളൊന്നും? ഒരു വർഷം ആയതേ ഉള്ളൂ ഡ്രൈവിങ് നിർത്തിയിട്ട്. ഏതൊക്കെ സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്? മദ്രാസ്, കൊച്ചുവേളി. എത്ര ടയറുള്ള വലിയ വണ്ടികളാണ് ഓടിച്ചിട്ടുള്ളത്? ഞാൻ 14 12 എല്ലാം ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഞാൻ മദ്രാസ് രാവിലെ ഓടിച്ചു. മദ്രാസിലൊക്കെ ഓടിച്ചു പോകുന്നത്. പിന്നെ അന്ന് ഓടിക്കുന്ന എന്ത് ലോഡാണ് കൊണ്ടുപോകുന്നത്? ക്ലേ പൗഡർ, സിമന്റ്, അങ്ങനെയുള്ള വലിയ ലോഡ്. ഇങ്ങോട്ട് സിമന്റ് കൊണ്ടുവരും. അങ്ങനെ വലിയ ലോഡുകളൊക്കെയാണ് കൊണ്ട് വന്നുകൊണ്ടിരുന്നത്. ചേട്ടനെ കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതിൽ പറയൂല കേട്ടോ, ചേട്ടൻ ഒരു വലിയൊരു ഡ്രൈവറായിരുന്നു എന്നുള്ള ഒരു ഇത് പറയൂല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ശരിക്കും നിങ്ങളുടെ ഡീറ്റെയിൽ ആയി കേട്ടോ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഞാനൊരു ഡ്രൈവറാണ്. എല്ലാവർക്കും അറിയാം. കളിക്കളച്ചോട്ട് അങ്ങോട്ട് ആരെ ചോദിച്ചാലും പറഞ്ഞുതരും. സാറിന് ചോദിച്ചാലും പറഞ്ഞുതരും. സാറാ കിള്ളിപ്പാള സാറിന് ചോദിച്ചാലും പറഞ്ഞു. ചേട്ടൻ്റെ ബാലേശ്വരനെ ചോദിച്ചാലും പറഞ്ഞുതരും. ഞാൻ നമ്മളെ കിള്ളിപ്പാലം ചോദിച്ചാലും കിള്ളിപ്പാലത്ത് ആരെ ചോദിച്ചാലും പറഞ്ഞുതരും. പാർക്കിൽ ആരെ ചോദിച്ചാലും പറയും. കൊച്ചു നമ്മളെ ചാക്കയിൽ ആരെ ചോദിച്ചാലും പറഞ്ഞുതരും. എന്നെ പറ്റിയുള്ള എല്ലാവർക്കും അറിയാം. ചേട്ടാ, പിന്നെ ഇപ്പൊ എത്ര കാലം ഇപ്പൊ വലിയ വണ്ടികൾ ഓടിക്കുന്ന നിർത്തിയിട്ട്? ഞാൻ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ? അത്ര ആയിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം ചെറിയ വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ടോ? എന്ത് വണ്ടി ഓടിച്ചിട്ടുള്ളത്? നമ്മളിതുപോലത്തെ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കാറുണ്ടല്ലേ? 407 ഓടിക്കും. ഇപ്പൊ 1 വർഷം കൊണ്ട് വേറെ വണ്ടികളൊന്നും ഓടിക്കുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളാണോ അതോ വണ്ടിയില്ല മടുത്തു? ഇതിവിടെ ചാലയെന്നൊക്കെയാണ് ലോഡ് കൊണ്ടുപോകുന്നല്ലേ? ചാല ചോദിച്ചാൽ നമ്മളൊരു സാറുണ്ട്, അവനെ മറ്റേ ടെലിസ്റ്റൊക്കെ കൊണ്ടുപോകണം. കിള്ളിപ്പാലത്ത് കൊണ്ട് അവിടെ ആരെ ചോദിച്ചാലും പറഞ്ഞില്ല ഇതിനെ പറ്റിയുള്ള. അവിടുത്തെ വണ്ടിയൊക്കെ ഓടാൻ ഞാൻ പോകും. ഞാൻ എല്ലാ രാജ്യത്തും പോകും. ചേട്ടാ ഓടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും നല്ല ലോറി ഏതായിരിക്കും? അതായത് കുറേ കമ്പനികളുണ്ടാവുമല്ലോ, ടാറ്റ, ലൈലാൻഡ്, അതുപോലുള്ള ബെൻസ്, ഭാരത് ബെൻസ്, അതുപോലെ വണ്ടികളുണ്ടല്ലോ. അപ്പോൾ ഇതിലേതാണ് ഓടിച്ചിട്ടുള്ള ഏറ്റവും നല്ല വണ്ടിയായിട്ട് തോന്നിയിട്ടുള്ളത്? നല്ല വണ്ടി ടോറസാണ് ഓട്ടിക്കുക ഏറ്റവും ബെറ്റർ അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വയനാട് ചുരമൊക്കെ ഓടിച്ച് കയറിയിട്ടുണ്ടല്ലേ? വയനാടൊക്കെ നമ്മൾ പോയാൽ ഈ സ്ഥലം അറിഞ്ഞുകൊണ്ട സ്ഥലം, നമ്മൾ അറിഞ്ഞുകൂടാത്ത സ്ഥലം കിഴക്ക് തിരിഞ്ഞു വരണം. ചില സ്കോള കാണും. ആ സ്കോളില്ലാത്ത സ്ഥലം നോക്കി നമ്മൾ പോയിട്ട് അത് ആരെയും കാട്ടുള്ള സ്ഥലം നമ്മൾ കിറങ്ങിയൊക്കെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള സ്ഥലമുള്ളൂ. ചേട്ടാ ഇത്രയും വർഷം ലോറിയൊക്കെ ഓടിച്ചല്ലോ, വലിയ വണ്ടികൾ ഓടിച്ചോ, പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടല്ലോ. ഇപ്പോഴും ചേട്ടന് ഒരു വണ്ടി തന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന് വഴി തെറ്റാതെ ഇപ്പോഴും പോകാൻ പറ്റുമോ? അറിയാമോ? വഴികളൊന്നും മറന്നിട്ടില്ല? വഴികളൊന്നും മറക്കില്ല. പാലക്കാട് റൂട്ടിൽ പോയാൽ പാലക്കാട് ഏതെല്ലാം റൂട്ടിൽ പോകുന്നുള്ള കൃത്യമായിട്ട് അറിയാം. ആ ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. കോഴിക്കോട് പോയി അവിടെയും പറഞ്ഞു. അവിടെ നമുക്ക് ബഷീർ പറഞ്ഞ ഒരാളുണ്ട്, അവിടെയും പറഞ്ഞുതരും നമ്മളെ പറ്റിയുള്ള. പിന്നെ ചേട്ടന് ഇപ്പം എത്ര വയസ്സായി? എനിക്ക് 60 വയസ്സ്. അല്ലാതെ ഈ യാത്രകൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പോകില്ല, അവിടെ നിർത്തൂല. അതല്ല, ചേട്ടന് നേരെ എന്തെങ്കിലും രാത്രി കാലങ്ങളിൽ ഈ
പിടിച്ചു പറയോ അക്രമങ്ങളോ പല സ്ഥലങ്ങളിലും നമുക്ക് അറിഞ്ഞ സ്ഥലങ്ങളാണല്ലോ പോകുന്നത്. സ്ഥലമുണ്ട്, ആ അവിടെ നമ്മൾ നിർത്തൂല. അറിയാം, എല്ലാം കൃത്യമായിട്ട് അറിയാം. അതിന് അങ്ങനെയുള്ള സ്ഥലത്ത് നിർത്തൂല, നിർത്തൂല. അങ്ങനെ എന്തെങ്കിലും അറ്റാക്കിങ് സംഭവിച്ചിട്ടുണ്ടോ ആരെങ്കിലും കയ്യിൽ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നും. നമ്മൾ അങ്ങനെ നിർത്തൂല. നമ്മൾ ഓരോ റൂട്ട് പോകുമ്പം അവിടെ ഓരോരുത്തരെ ചോദിക്കും ഇന്ന വഴി പേരില്ല, അപ്പൊ കടക്കാർ പറയും ഇടത്തൊന്നും നിർത്തിക്കളയല്ല, അവിടെ ഡേഞ്ചറാണെന്ന് പറയും. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമ്മൾ നിർത്തൂല. ചിലർക്ക് തമിഴ്നാട്ടിൽ നിന്ന് ടാർപ്പ വണ്ടി ചാടി ടാർപ്പ കുത്തി പൊളിച്ച് താഴെ അടിച്ച് മാറ്റും. അങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ട്. അതാണ് നമ്മൾ എല്ലാ റൂട്ടും ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് ഒരു റൂട്ടും തെറ്റില്ല. വഴി ഇറങ്ങി പോകുന്ന വഴി നമ്മൾ വേറെ വഴി വരും. അല്ലാതെ ചേട്ടൻ ആദ്യമായിട്ട് ഓടിച്ച വണ്ടി ഏതാണെന്ന് ചേട്ടൻ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഓടിച്ച വണ്ടി ശ്രീ ഗണേഷ് എന്ന് പറഞ്ഞ വണ്ടി. ശ്രീ ഗണേഷ്. അല്ല, ആദ്യമായിട്ട് ഓടിച്ച വണ്ടി ലോറിയിൽ ഈ ചെറിയ ഐറ്റം വണ്ടിയാണോ അതോ വലിയത് തന്നെയാണോ ഓടിച്ചത്? അത് SC വണ്ടി ഓടിച്ചിട്ടുണ്ട്. കല്ലും മണ്ണും ഒക്കെ ഉള്ള വണ്ടി ബാക്കിയുള്ള ഓടിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് വലിയ വണ്ടികളൊക്കെ ഓടിച്ച് ഇങ്ങനെ കട്ടയ്ക്ക് സ്ഥലത്ത് പോയാൽ നമ്മൾ സബരീഷൻ എന്ന് പറഞ്ഞ ഒരു മുതലാളിയുണ്ട്. അയാളെ വണ്ടികളും പ്രശ്നമുള്ള അയാളെ വണ്ടി ഓടിയതിനു ശേഷമാണ് വേറെ വണ്ടികൾ പോയത്. അവിടെ ആരെ ചോദിച്ചാലും. എന്തായാലും അമ്മാവൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദിയുണ്ട്. നമ്മളെ ഡ്രൈവർ ചേട്ടനെ കണ്ടല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞാൽ ചേട്ടനുമായിട്ട് ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ ചേട്ടൻ പഴയ ഒരു ഡ്രൈവറായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഡ്രൈവിംഗ് ഒക്കെ നിർത്തി ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നതെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് പറഞ്ഞുതരും. എനിക്ക് സത്യം പറഞ്ഞ ഒരു അത്ഭുതം തോന്നി കേട്ടോ. ചേട്ടൻ്റെ ലുക്ക് കണ്ടപ്പോൾ ചേട്ടൻ ഇത്രയും വലിയ വണ്ടികളൊക്കെ ഓടിച്ച് കിടന്ന ഒരാളാണോ എന്നുള്ളതൊക്കെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ. പക്ഷെ പഴയ ഒരു എക്സ്പെർട്ട് ഡ്രൈവറാണ്. വലിയ വലിയ ലോറികളൊക്കെ ഓടിച്ച് ഒരുപാട് ലോഡുകൾ ഒരുപാട് സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഞാനും ഡ്രൈവറായതുകൊണ്ട് ചേട്ടൻ്റെ കഥകൾ കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.